ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം. ഞാൻ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ചാനലിൽ പുതിയ ഒരാളും കൂടി ഉണ്ട്. ഇതാരാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്? അറിയാം. ആരാ അറിയായിരിക്കില്ലേ? നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നമ്മുടെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇമ്മച്ചി റോഡിൽ കൂടെ പോണ ആൾക്ക് എന്താ ഇവിടെ പറയണേ? സോറി ഗൈസ്, നമ്മളെ ഉമ്മച്ചി പറമ്പൽ ചെത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഉമ്മച്ചി ഞങ്ങൾ ഒളിഞ്ഞു നോക്കണേ. ഞങ്ങക്ക് നാണം വരണേ. ഞങ്ങൾക്ക് അതൊന്നുമില്ല. അതെ, അപ്പം മുന്നേ നമ്മളുടെ ചാനലിൽ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കല്യാണത്തിലുള്ള ആളാണ് ദേണ്ടിരിക്കുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കന്റെ വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം എന്റെ ഫ്രണ്ടെല്ലാം ഉണ്ടാവില്ലല്ലോ. അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ, പറഞ്ഞോളൂ. ഓക്കെ, ഒരു Q&A ആണ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല ഞങ്ങൾ ഉത്തരം പറയണത്. ഇൻസാനിക്ക് ഇന്നോടൊരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് ഞാൻ ഉത്തരം പറയും. അതായത് നമ്മൾ പറയാതെ വെച്ച കുറെ രഹസ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളൊന്ന് പൊടിക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ രഹസ്യങ്ങളൊക്കെ എഴുതിക്കോ. രഹസ്യങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇൻസാനെ, ചിലപ്പോൾ പുറത്താക്കട്ടോ. അതെ, പിന്നെ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കണം. എനിക്ക് അറിയാൻ ആകാംക്ഷയുള്ള 10 ക്വസ്റ്റ്യന് അത് ഞാൻ ഇൻസാനോട് ചോദിക്കും. അപ്പൊ ഇൻസാൻ ആൻസർ പറയും. അതെ, അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് കടന്നാലോ? ഓക്കെ, ഫസ്റ്റ് ഞാനാണ് കേട്ടോ റിവാൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത്. വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഇനിയിപ്പൊ നേരെ എന്നെ നോക്കും, ഞാനാണോ അത്? അങ്ങനെ ചോദിച്ച അതൊരു നഗ്നമായ സത്യമാണ്. ഓക്കെ, നീ ഇത് കയ്യെട്ടോ. അല്ല, വേണ്ട. എനിക്ക് ഇപ്പത്തെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? ഇല്ല, അറിയില്ല. അറിയില്ലല്ലേ? ഞാൻ പറഞ്ഞ എന്റെ ഇപ്പത്തെ ഏറ്റവും വലിയ പേടി കല്യാണം കഴിക്കണം. നല്ല കാര്യം, നല്ല പേടി. അപ്പൊ റബീബ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് കല്യാണത്തിന്റെയാണെന്നാണോ പറയണേ? അതെ, എനിക്ക് ഭയങ്കര പേടിയാ കല്യാണം കഴിക്കാൻ. കാരണം എന്താ വെച്ചാല് നമ്മളിവിടെ അവിടെ പോയാൽ പാത്രം കഴുകേണ്ടി വരും, ചോറുണ്ടാക്കേണ്ടി വരും. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. നമ്മൾ വേറൊരു കൾച്ചർക്ക് പോവല്ലേ. നല്ല നല്ല ആലോചന. സന്തോഷമായിരിക്കും, കാരണം ഓൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് അതെല്ലാം ഞാനും കൂടി അനുഭവിക്കണം എന്ന് ആലോചിച്ചിട്ടുള്ള സന്തോഷമായിരിക്കും. അതെ, അപ്പൊ റബീബാന്റെ ഇപ്പത്തെ ഏറ്റവും കൂടുതൽ പേടി എന്ന് പറയുന്നത് കല്യാണമാണ് ഗൈസ്. സന്യാസി ജീവിതം ഞാൻ ആലോചിക്കായില്ല ഗൈസ്. വേണ്ട ഗൈസ്. നെക്സ്റ്റ് ഞാനാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കാണ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ ചർപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻസാനിന്റെ സെലിബ്രിറ്റി ക്രഷ് ആരാണ്? കൊള്ളാം, നല്ല ക്വസ്റ്റ്യൻ. അതെ, യാസി നോട്ട് ചെയ്ത് വെച്ചിട്ടോ. എന്റെ സെലിബ്രിറ്റി ക്രഷ് ആസിഫ് അലി. ഇനിയും കാണാൻ വരാം. ആസിഫ് അലിയോ? എന്താ? ആസിഫ് അലിനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതല്ല, ഞാൻ പണ്ടിങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് 24 മണിക്കൂർ ഉണ്ടാവും ടിവിയിൽ ആസിഫ് അലിന്റെ പടവും പാട്ടും വെച്ചിരിക്കും. ആസിഫ് അലിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കമന്റ് വിടും. ഇഷ്ടപ്പെടാത്ത ആൾക്കാരോ? ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്കിഷ്ടല്ല. നിനക്ക് അതോ? പിന്നെ ആസിഫ് അലിനെ ഇഷ്ടപ്പെടാത്ത ആരുള്ള എന്റെ സെലിബ്രിറ്റി ക്രഷ് അന്നും ഇന്നും ആസിഫ് അലിയാണ്. ഓക്കെ, അപ്പൊ ഇൻസാനിന്റെ സെലിബ്രിറ്റി ക്രഷ് ആസിഫ് അലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാണ്. റബീബാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകം എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട പുസ്തകം ഇപ്പൊ കറന്റ്ലി വായിച്ചതിൽ എനിക്ക് റാംകോ ആനന്ദി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുന്നേ ഉള്ളത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആടുജീവിതം ഭയങ്കര ഇഷ്ടമാണ്. ആ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, അതെന്നെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനാണ് കേട്ടോ ചോദിക്കുന്നത്. ഇൻസാനൊക്കെ പണ്ട് ഈ കോട്ടൂര് ഭാഗത്ത് ഒരു പ്രേമം ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. ആരേറ്റാന്നറിയോ? നമ്മളിവിടെ അടക്ക വെച്ച് നടന്നതിനൊരു അടക്കഗോപിയായിട്ട്. ശരിക്കുള്ള പ്രേമല്ലോ കേട്ടോ. ഇനിയിപ്പോ നിങ്ങളാരും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങളെല്ലാരും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത്, ഞാൻ ഇവിടെ ഒരു ഫോട്ടോയും കൊടുക്കാം, ആ ഫോട്ടോയിൽ ഓൾ ഒരുങ്ങിയപ്പോ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞിരുന്നത് അടക്കഗോപി ആയിട്ടുള്ള കല്യാണത്തിന് ഒരുങ്ങിയതാണെന്നൊക്കെയായിരുന്നു. ഇപ്പൊ അടക്കഗോപി ആയിട്ട് ഡിവോഴ്സ് ആവാനുള്ള റീസൺ അതെനിക്ക് പറയണം. അതിന്റെ റിയാലിറ്റി ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിക്കും. പ്രേമം ചോദിച്ചു കഴിഞ്ഞാല് അതൊന്നും അല്ല കേട്ടോ. ഇവിടെ അടക്കറിക്കാൻ വരുന്ന ഒരു ഗോപിയുണ്ട്. കുറച്ച് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് നല്ല അടിച്ചിട്ടൊക്കെ വരുന്ന ഒരു മനുഷ്യനാണ്.
അപ്പൊ മനുഷ്യനൊന്നുമില്ല, ചെറിയ ചെക്കനാണ് കേട്ടോ. അത് ഇവരെല്ലാരും എന്റെ ഫാമിലിയിലെല്ലാരും റബീബ അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു പേരാണ് അടക്ക ഗോപി എന്ന് പറയുന്നത്. കോമഡിയാണ് മൂപ്പര കാര്യം. ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിരുന്നു ഞാൻ. മൂപ്പര് ഫോട്ടോ അല്ല, പക്ഷെ മൂപ്പര് കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ചെറുപ്പത്തിലുള്ള ഒരുങ്ങിയൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ. അത് ഡൈവേഴ്സ് ആവാനും കിട്ടില്ല, പുതിയ ചെക്കനെ കിട്ടില്ല, അപ്പൊ മൂപ്പര് ഒഴിവാക്കി. ദാറ്റ്സ് ഓൾ. പിന്നെ അതുമല്ല അടക്ക ഗോപി വേറെ കല്യാണം കഴിച്ചു. അത് ഒരു പെൺകുട്ടി. അടക്ക ഗോപി ഇവക്ക് ഒരു ഓഫർ കൊടുത്താണ്, അടക്ക സാമ്രാജ്യത്തിന്റെ കിരീടം ധരിച്ച് റാണിയാക്കി കൊണ്ടുപോവാന്ന്. എന്നിട്ട് ഈ ഓനെ ഒഴിവാക്കി. എനിക്കൊന്നും വേണ്ട, അടക്ക സാമ്രാജ്യത്തിന്റെ റാണിയല്ല, ഇപ്പൊ ഞാൻ പലതിന്റെ റാണി. മനോഹരമായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ്? വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, വിഷമിച്ചിരിക്കുമ്പം നമ്മളൊന്നും നോക്കരുത് ഗൈസ്, കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നണം. അങ്ങനെ തിന്നാണ് നമ്മൾ ദേഷ്യം തീർക്കേണ്ടത്. പണ്ട് ഞാൻ തിന്നൂലായിരുന്നു. പണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കുമായിരുന്നു. എന്റെ മമ്മി, അതായത് എന്റെ ഉമ്മച്ചി, തിന്നുണ്ടെങ്കിൽ തിന്നണ്ടാ, പോയി അവിടെ എവിടെയെങ്കിലും ഇരുന്നോട് എന്നുള്ളതായിരുന്നു എന്റെ ഉമ്മച്ചിന്റെ മനോഭാവം. പിന്നെ എനിക്ക് ബുദ്ധി വെച്ചപ്പോൾ അത് മനസ്സിലായി. സോ ഇപ്പൊ എനിക്ക് വിഷമം വന്നാൽ ഞാൻ തിന്നാ തീർക്കും, ഉമ്മാക്കുള്ളത് കൂടി ഞാൻ വാരി വലിച്ച് തിന്നും. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ചിത്രം വരക്കൂട്ടോ, അതും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ ചെയ്യാറുള്ള കാര്യം. അത് ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, നമുക്ക് കുറച്ച് സെന്റിമെന്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടോ. ഓക്കെ. ഇൻസാനിന്റെ കല്യാണത്തിന് ഞാൻ ചെയ്തെന്നതിൽ മറക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നൊന്നും പറയരുത്. അപ്പൊ എനിക്കറിയാൻ പറ്റും. ഓക്കെ, ഞാൻ നമ്മുടെ മുന്നുള്ള വീഡിയോസ് നിങ്ങളെടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ എല്ലാം ചെയ്തെന്ന കുറെ കാര്യങ്ങൾ. ഞാൻ ഈ ചെയ്തെന്ന കാര്യം എന്ന് പറയാനാണെങ്കിൽ, എനിക്ക് രാത്രി ഉറക്കൊഴിച്ചിരുന്ന മൈലാഞ്ചി ഇട്ടുന്നത്. വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാൻ കിടന്നുറങ്ങാണ്, ഞാൻ നല്ല കിടന്നുറങ്ങാണ്. പക്ഷെ ഓള് അവിടെ, എനിക്ക് തോന്നുന്നു ഞങ്ങളെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാരും ഉറങ്ങിനോ, കുറച്ചാൾക്ക് കുഞ്ഞു മാത്രമേ കണ്ട ഉണ്ടായിരുന്നുള്ളൂ ഓക്ക് കൂട്ടായിട്ട് ഇരിക്കാൻ. ഞാൻ നല്ല ഉറക്കണം. രാത്രി 2 o'clock 3 o'clock കണ്ടായി, ഇട്ട് കഴിയുമ്പോ 3:30 കണ്ടായി. അത്രയും നേരം ഓള് ഇങ്ങനെ ഇടങ്ങേറൊക്കെയൊന്നുമില്ല, ഈ ഉറങ്ങല്ലേ, ഈ ഉറങ്ങാതെ ഇരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓൾ ഉറങ്ങിക്കോട്ടെ, അതും ഇന്റെ കൈ ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ് വെക്കാൻ, അങ്ങനെയല്ല ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ കൈ വെച്ചെന്നിട്ട് മൈലാഞ്ചി ഇട്ടുന്നത് ഐ തിങ്ക് എനിക്ക് നല്ലൊരു ഓർമ്മ കിട്ടുക. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ. നമ്മൾ തമ്മിലുള്ള മറക്കാനാവാത്ത ഒരു രസകരമായ നിമിഷം ഏതാണ്? പണ്ടുള്ളതാ അല്ലെങ്കിൽ അത് ഇല്ല, എന്റെ ഇഷ്ടം ഇപ്പൊ ഇന്ന് വരെ ഉള്ളത് എനിക്ക് ഇഷ്ടമുള്ള മറക്കാനാവാത്ത ഒരു സമയം, ഒരു നിമിഷം ഏതാണ്, ഒരു ടൈം ഏതാണെന്നുള്ളത്? എനിക്ക് കുറേ ഉണ്ട് ഗൈസ്, കുറേ കാര്യങ്ങൾ ഇഷ്ടം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതല്ല ചോദിച്ചേ, ഞങ്ങള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങള് കുറേ സ്കിറ്റുകൾ കളിക്കുമായിരുന്നു. കുറേ സ്കിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞങ്ങള് കുറച്ച് കോമഡി ഒക്കെ ആയിട്ടാണ് സ്കിറ്റ് കളിക്കുക. ഞാനും കുറെ പൊട്ടത്തരം കാണിക്കും, ഇവളും കുറെ പൊട്ടത്തരം കാണിക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും അറിയായിരുന്നു സ്കൂളില്.
അപ്പോ അന്നൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് ഒരു സ്കിറ്റ് കളിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 10ാം ക്ലാസ് ലാസ്റ്റ് തീരാൻ നേരത്ത് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാണ് സ്കിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്കിറ്റിന്റെ വീഡിയോ എന്റെ അടുത്തില്ല ഗൈസ്. ആ സ്കിറ്റ് കളിച്ചത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ കുറെ സ്കിറ്റ് ഒക്കെ മറന്നുപോയി, പക്ഷെ ആ ഒരു സ്കിറ്റ് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും ലൈവായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ്. ഓക്കെ, അത് എനിക്ക് ഇഷ്ടമായിട്ടോ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ. ശരി, യാസീനെ ഇൻസാനെ കല്യാണം കഴിച്ചോട്ടോ. യാസിക്ക് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവല്ലോ. അപ്പൊ ഉണ്ടാക്കിയിട്ട് കൊളായി ഫുഡ് ഏതാ പറ. ഓക്കെ, ഒരു പ്രാവശ്യം ഞാന് ഉണക്കലേറ് വെച്ച് പൊരയില് ഉണക്കലേറ് വെച്ച സമയത്ത് ഉള്ളിയില്ലേ വെല്ലുള്ളി കുറെ ഇട്ടു. സാധാരണ ഉണക്കലേറിയിൽ എനിക്ക് തോന്നുന്ന അധികം ഉള്ളി ആരും ഇടലില്ല, നമ്മളെ ഏരിയയിൽ അങ്ങനെ ഇടലില്ല. അപ്പൊ ഉള്ളി വെച്ചിട്ട് യാസ് വീട്ടിലേക്ക് കയറി വന്നിട്ട് രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് മുട്ട ഇറങ്ങിയിരുന്നുണ്ട്. ഇതിലെവിടെ മുട്ടാണ്, കാരണം കറിയിലേക്ക് കുറെ ഉള്ളിയിടാ. അപ്പൊ യാസ് മുട്ട നോക്കിയിട്ട് കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മുട്ടക്കറി അല്ല, അത് ഉണക്കലേറിയാണ്. അപ്പൊ അതൊരു ഫ്ലോപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര വിഷമായിട്ടൊന്നുമില്ല, ചിരി വന്നു. എന്താ ഇന്ന് മുട്ട തരണോണ്ടിരിക്കണ ഉണക്കലുണ്ടായിട്ട് അത് വിഷമാന്നല്ലേ. ഞങ്ങളോട് പണ്ടെന്താ പറഞ്ഞറിയോ, കല്യാണം കഴിഞ്ഞിട്ട് ഇൻസാന ചെക്കൻ എന്ത് കറി ഉണ്ടാക്കി കൊടുക്കാന്ന് ചോദിക്കുമ്പോ സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കുന്നു, അതില് ഇറച്ചിട്ടാല് ചിക്കൻ കറി, തക്കാളി കറി ഉണ്ടാക്കുന്നു, അതില് മീൻ ഇട്ടാല് മീൻ കറി. അതായിരുന്നു ഇൻസാന്റെ ഒരു ധാരണ. അപ്പൊ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അതിൽ വലിയ അതിശയൊന്നും പെടാനില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ. ഇഷ്ടപ്പെട്ട ഫ്രണ്ടിനോട് ഇഷ്ടം തോന്നിയ നിമിഷം ഏതാണ്? ഇഷ്ടപ്പെട്ട ഫ്രണ്ടിനോട് ഇഷ്ടം തോന്നിയ നിമിഷം കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കോളെ പറയണമെന്ന്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ഞാനാണല്ലോ. എനിക്ക് കൊറേ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. എനിക്കറിയാതെ ഇപ്പൊ അല്ലാതെ ഞാൻ പറഞ്ഞാല് ഇന്റെ പേരെന്ന് ഇറങ്ങി പോന്ന് പറയും. ചിലപ്പോ ചോറൊന്നും തരില്ല. ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ഇൻസാൻ തന്നെയാണ്. ഇഷ്ടം തോന്നിയ നിമിഷ ഞങ്ങള് 9ാം ക്ലാസ് പഠിക്കുമ്പോഴല്ലേ നമ്മള് ഫസ്റ്റ് ആയിട്ട് ഫ്രണ്ടാണ്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയാണ് എന്നൊക്കെ. കാരണം ഞങ്ങളെ സ്കൂളില് മേലും താഴെയൊക്കെ കൺവെൻഷൻ എഴുതി എക്സർ ഒക്കെ വെച്ചിട്ട് മോഡേൺ ആയിട്ട് വരുന്ന ആൾ ഇൻസാന മാത്രമാണ്. അപ്പൊ ഇൻസാനക്ക് ഒരു ധാരണ ഉണ്ട്, ഇൻസാനക്ക് മാത്രമേ അന്ന് മോഡൽ അറിയുള്ളൂ. ഞങ്ങൾക്കും അറിയുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻസാനക്ക് അന്ന് വേറെ ഗ്യാങ് ആയിരുന്നു. ആ ഗ്യാങ്ങിൽ ഞാൻ ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അടിയൊക്കെ ഉണ്ടായിരുന്നില്ല നമ്മളെ ഇടയില്, അടി ഉണ്ടായി, പിടി ഉണ്ടായി. പിന്നെ അങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സ് ആയത്. എന്നിട്ട് നമ്മള് ഒരു ഇത് സാഹിത്യ സമാജം നടത്തിന് ഞങ്ങള് രണ്ടാളും കൂടി. സാഹിത്യ സമാജം അല്ലേ ഇൻസാന, രാവിലെ ഇതുണ്ടാവില്ല അസംബ്ലി നടത്തിനു. അസംബ്ലി നടത്തുന്ന സമയത്ത് ഞങ്ങളെ സ്കൂളത്തെ ലീഡർ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതെ, ആ സ്കൂളിൽ അങ്ങനെ ഇവളായിരുന്നു ലീഡർ. അന്ന് ക്ലാസ് ലീഡർ ഞാനായിരുന്നു. അപ്പൊ ഞാൻ ആ ഫ്രണ്ടിൽ നിൽക്കണത്. അപ്പല്ലേ ഇങ്ങനെ എന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും എത്ര ലീവ് ഉണ്ട് എന്നുള്ളത് കണക്കെടുത്തിട്ട് നമ്മുടെ പറഞ്ഞു കൊടുക്കണം, HM അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവിടെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ് റബീബ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോ എണ്ണ എത്ര എന്നുള്ളതൊന്ന് കണക്ക് കൂട്ടിയിട്ട് ഒക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അതാണ് എന്നോട് ഇഷ്ടം. അതെനിക്ക് ഇഷ്ടമായി. ഓൾ എന്നോട് വന്നിട്ട് സഹായം ചോദിച്ചില്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമായി. ഒന്നാമത് മാത്സ് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആട്ടോ. അതിൽ ആ ഒരു സമയത്ത് ഓള് അടുത്തിരിക്കുമ്പോ ഞാൻ അവളത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും അത്രേ ചോദിക്കാൻ വേണ്ടിട്ട്. നീ എങ്ങനെ കാണിച്ചു? അങ്ങനെ കാണിച്ചെടുക്കും. ഓക്കെ, എനിക്ക് ഇഷ്ടമായി അത്. മാത്സില് ക്വസ്റ്റ്യൻ എങ്ങനെ കാണാപ്പാടം പഠിച്ചൊക്കെ എഴുതിയിരുന്നു ഇൻസാന. ആ സമയത്ത് ഞാൻ എങ്ങനെ ഇരുന്നു കേട്ടോ. മറ്റേ എക്സാമിന് 10ാം ക്ലാസ്സിലെ എക്സാമിന് എല്ലാത്തിനും എനിക്ക് 70ന്റെ മേലെ മാർക്ക് ഉണ്ടെങ്കിലും മാത്സിന് എനിക്ക് 50 കണ്ടിട്ടുള്ളൂ. 50-45. മാത്സിന് ക്വസ്റ്റ്യൻ കാണാപ്പാടം പഠിക്കും, ക്വസ്റ്റ്യൻ ആൻസറും കാണാപ്പാടം. പക്ഷെ നടുവിൽ വരുന്ന സ്റ്റെപ്പ് ഒക്കെ പൊട്ടത്തിട്ടായിരിക്കും, പക്ഷെ ആൻസർ ഇൻസാനക്ക് കറക്റ്റ് കിട്ടും. അതെനിക്ക് കറക്റ്റ് കിട്ടും. അത് എനിക്ക് വലിയൊരു കഴിവ്. നമ്മള് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ഇന്ന് റീൽ ചെയ്യുന്നു. അപ്പൊ ഇൻസാനക്ക് ഒരു ഫോണുള്ളത് ഓർമ്മ ഉണ്ട്, നമ്മളെ കൂട്ടത്തിൽ ഫസ്റ്റ് ഫോണുള്ള. നമ്മൾ അതില് സാധാ പാട്ടൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തിനെ. അതില് നമ്മൾ ചെയ്ത ഫസ്റ്റത്തെ റീൽ ഏതാ എനിക്ക് ഇപ്പൊ അറിയാം. ഫസ്റ്റത്തെ റീൽ ഏതാണ്? ഫസ്റ്റത്തെ വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം. എന്റെ അവിടെ എരുമാടുള്ള വാടക വീട്ടിൽ നിന്നാ ചെയ്തത്. അത് എനിക്ക് റീൽ വേണമെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം. ഏതാ പറ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത റീലാണ്. നമ്മൾ രണ്ടാളും ഒരുമിച്ച് ചെയ്ത എണ്ണ വെച്ചാ ആ റീൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. ആ റീല് ഞങ്ങൾ ഇവിടെ കൊടുക്കാം പൈസ. അടുത്ത ക്വസ്റ്റ്യൻ,
റവിവാന്റെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ഏതാണ് ലൈഫില്, ഇതുവരെയുള്ള ജീവിതത്തില് ഉള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ്? ഇതുവരെ ഉള്ളതില് കുറെ മൂമെന്റ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു ഇത് പറയണല്ലേ, എങ്ങനെ ചോദിച്ചാൽ എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് 10K അടിച്ചില്ലേ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മൂമെന്റ്. ഞാൻ തുടങ്ങിയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. അപ്പൊ ഒരു 10K അടിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കുറെ ഹാപ്പി മൊമെന്റ് എനിക്ക് നവീദ് ചെറിയ അനിയനായിട്ട് ഉണ്ടാകും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കൊറോണ സമയത്തായിരുന്നു. അപ്പോ എന്താണ്, എനിക്ക് കുഞ്ഞനിയനായി, ഞാനൊരു 18 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത്രയും ചെറിയൊരു അനിയനെ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ ഇൻസാന്റെ കല്യാണം എനിക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഇതേ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അങ്ങനെ കുറെ. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. ഓക്കെ, ഇൻസാന കുറെ വിയേർഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യലുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കോമ്പിനേഷൻസ് ഒക്കെ ട്രൈ ചെയ്യണ ആളാ. അതിൽ അങ്ങനെ ചെയ്ത 2 വിയേർഡ് കോമ്പിനേഷൻസ് ഏതൊക്കെയാ? ഞാന് പുട്ടിന് പഴുത്ത പപ്പായ കൂട്ടി കഴിക്കും. പുട്ടിന് പഴുത്ത പഴം കൂട്ടി തിന്നു പറയണ മാതിരിയാ പറയില്ല. പഴുത്ത പപ്പായ കുഴച്ച് കഴിക്കും. പിന്നെ നെയ്ച്ചോറിന് പരിപ്പേറി കൂട്ടാറുണ്ട്. അത് പിന്നെ സഹിക്കുക. പുട്ടിന് പഴുത്ത പപ്പായ. പിന്നെ ദോശക്ക് വെള്ളപ്പത്തിനും മുരിങ്ങക്കറി കൂട്ടലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഞാനല്ലേ ചോദിക്കണ്ടേ? അല്ല, ഞാനപ്പോ ചോദിച്ചു, ഇനി എന്നോട് ചെയ്യണം. രാത്രിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്കിങ്ങനെ രാത്രി പകലൊന്നുമില്ല, എന്ത് തിന്നായിട്ടല്ല ഭയങ്കര ഇഷ്ടം. എനിക്ക് രാത്രിയിൽ ഈ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ബ്രോസ്റ്റ്. ഉറപ്പിച്ച് ഗൈസ്, എന്റെ ഉപ്പച്ചിയാണ് പുറകിൽ വരുന്നത്. ഉപ്പച്ചി ടാറ്റ കൊടുക്ക്. ഉപ്പച്ചി ടാറ്റ ഹായ് കൊടുക്ക്. ഇതിൽ കൂടെ നോക്കി ഹായ് കൊടുക്ക്. ഉപ്പച്ചി മീൻ പൊരിച്ചതും മീൻകറിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ് ഗൈസ്. ആദ്യം എനിക്ക് വേണ്ട, ദിസ് ഈസ്, ഈ മീനിന്റെ പേരെന്താണ്? ആ മീൻ ഞാൻ കഴിക്കാറില്ല ഉപ്പച്ചി. ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇല്ലല്ല, ഉണ്ട്. എന്നോട് പറയാത്ത ഒരു രഹസ്യം എന്നോട് ഇപ്പൊ പറയണം, വെളിപ്പെടുത്തണം. ഇപ്പച്ചി ഇപ്പുറത്തുണ്ടാവുമ്പോ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്നോട് പറയാത്തൊരു രഹസ്യം ഇല്ലാന്ന് പറയുന്നത് എനിക്കിപ്പൊ കേൾക്കണം. എന്തേലും രഹസ്യം പഠിച്ചോനെ തൊട്ട് പറയണെങ്കിൽ എനിക്കില്ല. എന്താ ഉള്ളേ? എന്തേലും ഉണ്ടാവും, ആലോചിച്ചത്. ആഷിഫിൻ ഞാനായിട്ടുള്ള ഒരു ഇഷ്യൂസ് എനിക്ക് അറിയിക്കും. നിങ്ങൾ കുറച്ചു കാലം മിണ്ടാണ്ടായില്ലേ? അതെനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഈ അറിയണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ ഓക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാണ്, ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ഇല്ല എന്നുള്ളൊരു കാര്യം ഓക്കെ അത് എന്റെ അടുത്ത് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ. അല്ലാണ്ട് ഞാൻ പറയുമ്പോ എന്റെ ഞങ്ങള് വല്ലപ്പോഴും കാണുമ്പോ ഞങ്ങൾക്ക് കൊറേ പറയാനുണ്ടാവും. ഇപ്പൊ രാവിലെ വന്നിട്ട് വരെ എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും ആയി അടഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങക്ക് രഹസ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ പരദൂഷണ ബസ്സിൽ പണ്ടേ കുറച്ച് കൂടുതലാണ്. നമുക്കൊന്നും മൈ ഗോഡ്. അതുകൊണ്ട് രഹസ്യങ്ങളൊന്നുമില്ല. അത് ഞാൻ പറയേണ്ടെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പറഞ്ഞു ഒരു സമയത്ത് പറഞ്ഞു. പറയാതിരുന്നിട്ടൊന്നുമില്ല. ഓക്കെ, ഞാൻ ചോദിക്കാം. എനിക്ക് എന്റെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു സന്ദർഭം വിവരിക്കുക. അപ്പൊ എനിക്ക് ദേഷ്യം തോന്നിയ സിറ്റുവേഷൻ പറയാനും പറ്റൂല. ദൈവമേ, പറഞ്ഞാലെന്താ? ഇപ്പൊ നീ പറഞ്ഞോ. ദേഷ്യം തോന്നിയതില്ലേ, ഓലക്ക തേങ്ങാ പിണ്ണൊക്കെ ഓളം മണ്ടടിച്ച് പൊട്ടിച്ചാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വിവരിക്കുക. ഞങ്ങള് ഇൻസാന്റെ കല്യാണമായ സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ബ്രൈഡ് ടു ബി ആയിരുന്നു അല്ലെ? ബ്രൈഡ് ടു ബി ആണ് ഉള്ളത്. അത് ഞങ്ങൾ ഇവർക്ക് സർപ്രൈസ് കൊടുത്തതാണ്. അപ്പൊ ഈ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 ഡ്രസ്സുകൾ വന്നു. അങ്ങനെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് സംഭവം ഒന്ന് കളറാക്കാൻ വേണ്ടി അവിടെ പണി എടുത്തോണ്ടിരിക്കണ ഇൻസാന്റെ ചെക്കൻ യാസീനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വിളിച്ച് ബൊക്കൊക്കെ എടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ അടുത്തുള്ള ഒരു റിസോർട്ടൊക്കെ പോയി രാവിലെ തന്നെ ചോദിച്ച് അവിടെ പോയി കേക്കൊക്കെ വെച്ച് യാസീനൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു വേറൊരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിലൊക്കെ കയറ്റിയിരുത്തി. അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇയാളെ എങ്ങനെയെങ്കിലും വീഡിയോക്ക് ബാക്ക് കൊണ്ടുപോയിട്ട് യാസീനെ കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത്, എന്നിട്ട് സംഭവം വേഗം 1 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് ഓനെ പറഞ്ഞയക്കണം എന്നാ വിചാരിച്ചത്.
മാറ്റാൻ പറഞ്ഞാല് ഇല്ല ഞാൻ കുളിച്ചിട്ടില്ല ഇനി സമയമുണ്ട്, ഇൻസാനെ മാറ്റി ഇൻസാനെ വാ പോണം, ഇല്ല എനിക്ക് പറ്റൂല, ഷാൾ എടുത്തെടുത്താ എനിക്ക് കളർ വേണ്ട, എനിക്ക് വേറെ കളർ വേണം. ഇനി ഇത് എടുത്തിട്ട് നമ്മള് റിസോർട്ട് പോയാലോ, അവിടെ എത്തിയിട്ട് ഇൻസാന കേക്ക് എടുത്തിട്ട് ഇങ്ങോട്ടും തിരിഞ്ഞേക്ക്, പറ്റൂല എനിക്ക് അവിടെ നിന്ന് എടുക്കണം, പറ്റൂല ഇവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് എന്തൊക്കെ കളികൾ കളിച്ചോ. ഇതിപ്പോ സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്കറിയില്ലല്ലോ ഗൈസ്, ഇവരെനിക്ക് സർപ്രൈസ് ആണ് തരുന്നതിന്. പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇവർക്കന്ന് നല്ല ദേഷ്യം വന്നു. ഇവർക്കും അതല്ല, കുഞ്ഞൂന് വന്നു തോന്നുന്നുണ്ടല്ലേ, ദേഷ്യം വന്നു. ഇവരെന്നിട്ട് എന്നെ മാറിന്ന് കുറ്റം അറിയിക്കും ആ സമയത്ത്. മാറിന്നല്ല കുറ്റം പറഞ്ഞു, മൊത്തം. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാം, പൊളിയാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇൻസാനക്ക് മനസ്സിലായി ഞങ്ങൾ എന്തോ ഇവിടെ പ്ലാൻ ചെയ്യാണ്ട്. പക്ഷെ യാസി വരുന്നോള് വിചാരിച്ചില്ല. അപ്പൊ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേക്കിൽ ഞങ്ങളൊരു സർപ്രൈസ് വെച്ചിക്കണ്, അത് അലിഞ്ഞു പോയാൽ പ്രശ്നമാവും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്ന് കേക്ക് മാതി പൊളിക്കണ്. ആ സമയത്തുണ്ടല്ലോ ഒരു വടി കിട്ടിട്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചാണ്.